അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എന്നെ സപ്പോർട്ട് ചെയ്ത് സഹായിച്ച എല്ലാവർക്കും പ്രത്യേകം ഒന്നുകൂടെ ഞാൻ നന്ദി പറയുകയാണ്. ഞാനിപ്പം കോഴിയുടെ മുട്ടയെടുക്കാൻ കൂട്ടിലോട്ട് പോവുകയാണ്. സമയം 10 മണിയായി. 10 മണിയായപ്പോഴും 2, 4, 6, 7 മുട്ട ഇപ്പുറത്തുള്ളവരിട്ട് ഇനി അപ്പുറത്തുള്ളവരും ഇട്ടുകൊണ്ടെടുക്കണം. തീറ്റി ഞാൻ രാത്രി കൊടുത്തായിരുന്നു. അവർക്ക് രാവിലെ തിരുന്നൊരു സ്വഭാവമുണ്ട്. അപ്പോൾ അതുകൊണ്ട് തീറ്റി തിന്ന് തീരാറായിട്ടുണ്ട്. ഇനി ഇട്ട് കൊടുക്കണം. മഴ നനയാതിരിക്കാൻ നമ്മൾ കർട്ടനിട്ട് അമ്മ ഈ ഒരു ടൈമിലാണ് മുട്ട പെറുക്കാൻ വരുന്നത്. അപ്പോഴത്തേക്കും ഏകദേശം ഇത്രയൊക്കെ തന്നെ കിട്ടും മുട്ട. ഇപ്പോൾ 15 പേരിട്ട്. ഇനി ബാക്കിയുള്ളവർ ഉടനെ ഇടും. അടച്ചില്ല. അപ്പോൾ എൻ്റെ കൂട്ടുകാർ കുറേ സംശയങ്ങൾ എന്നോട് ചോദിച്ചിരുന്നു. മരുന്ന് കൊടുക്കുന്നതിനെക്കുറിച്ചും മരുന്നിൻ്റെ പേരുകളും ഒക്കെ. നേരത്തെ ഞാനൊരു വീഡിയോസ് ചെയ്തതാണ്. എന്നാലും നിങ്ങൾ ചോദിച്ചതും പ്രകാരം ഞാൻ ഇനിയും ചെയ്യാൻ പോവുകയാണ്. അതുപോലെ മരുന്നിൻ്റെ എല്ലാത്തിൻ്റെയും പേര് വീഡിയോയ്ക്ക് താഴെ ഇടുന്നതായിരിക്കും. അതുപോലെ അത് എങ്ങനെ കൊടുക്കും എന്നുള്ളതെല്ലാം പറയും. പിന്നെ കൂടിൻ്റെ വില ചോദിച്ചായിരുന്നു, എവിടുന്നാണ് മേടിച്ചതെന്ന് ചോദിച്ചു. പിന്നെ അവർക്ക് ആഹാരം എത്ര നേരം കൊടുക്കുമെന്ന് ചോദിച്ചു. അതെല്ലാം ഞാൻ വിശദമായിട്ട് ഈ വീഡിയോയിൽ എല്ലാവർക്കും പറഞ്ഞു തരുന്നതായിരിക്കും. കോഴികൾക്ക് മരുന്നുകൾ കൊടുക്കുന്ന രീതി ഒന്ന് പറയണമെന്ന് പറഞ്ഞ് ഏതൊക്കെ മരുന്ന് ആദ്യം മുതൽ തുടങ്ങണ്ടേന്ന് എന്നോട് കമൻറ്റ് ചോദിച്ചായിരുന്നല്ലോ. അപ്പോൾ അതിനെക്കുറിച്ച് ഒന്നുകൂടെ വിശദീകരിച്ച് ഞാനൊരു വീഡിയോസ് ചെയ്യാൻ പോവുകയാണ്. നമ്മൾ ആദ്യം 10 ദിവസം കൊടുക്കേണ്ട മരുന്നാണ് ഇത്. ആദ്യം കൊടുക്കേണ്ടത് എവിപ്ലക്സ് ഈസി. ഇത് വൈറ്റമിൻ സിറപ്പാണ്. കാരണം കണ്ണിന് അസുഖം വരാതിരിക്കാനും ജലദോഷം, പനി അങ്ങനെയൊന്നും വരാതിരിക്കാനുള്ള മരുന്നാണ്. ഇത് 10 ദിവസം അടുപ്പിച്ച് കൊടുക്കണം. അത് കഴിഞ്ഞ് രണ്ടാമത്തെ ട്രിപ്പ് മരുന്നെന്ന് പറയുന്നതാണ് ഇത് ലിവറിന് അസുഖം വരാതിരിക്കാൻ. ലിവർ 52 പ്രോട്ടക് എന്ന് പറഞ്ഞിട്ടുള്ള ലിക്വിഡാണ് ഇത്. ഇത് സപ്ലിമെന്റ് പോലെ തന്നെ നമ്മൾ കൊടുക്കുന്നതാണ്. 10 ദിവസം ഇതും 20 മില്ലി ഒരു ബക്കറ്റ് വെള്ളത്തിൽ 20 മില്ലി 10 ദിവസം അടുപ്പിച്ച് കൊടുക്കണം. വൈറ്റമിൻ 10 ദിവസം കൊടുത്തിട്ട് അടുത്ത 10 ദിവസം ഇതാ കൊടുക്കേണ്ടത്. അതും കഴിഞ്ഞിട്ട് പിന്നെ അടുത്ത 10 ദിവസം കൊടുക്കേണ്ടത് ഓസോമിൻ സസ്പെൻഷൻ എന്ന് പറഞ്ഞ മരുന്നാണ്. ഇതും
മിനറൽ സപ്ലിമെന്റ് പോലെയൊക്കെ നമ്മൾ കൊടുക്കുന്നതാണ്. തോലുമുട്ട ഇടാതിരിക്കാനും നല്ല പോലെ മുട്ട ഇടാനും മുട്ടയ്ക്ക് വലിപ്പം വരാനുമായിട്ട് കൊടുക്കണ്ട. ഇതും 10 ദിവസം അടുപ്പിച്ച് കൊടുക്കണം. നമുക്ക് മുട്ടയ്ക്ക് കട്ടി കൂടാനൊക്കെ ഇത് നല്ലതാ. മുട്ടയ്ക്ക് കട്ടി കൂടാനും അതിനൊക്കെ ഈ മരുന്ന് കൊടുക്കുന്നത് നല്ലതാ. എല്ലാം പേരൊന്നുകൂടെ ഞങ്ങള് ഇതിലിട്ടേക്കാം, താഴെ ഇട്ടേക്കാം, താഴെ മെൻഷൻ ചെയ്തേക്കാം. അപ്പൊ അമ്മ ഇതും 10 ദിവസം. മുട്ടയ്ക്ക് കട്ടി കൂടാനുള്ള ഏതായിരുന്നു? ഓക്കെ. അപ്പം ഒരാൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു മുട്ട അവരുടെ കോഴി മുട്ട പൊട്ടിച്ച് കുടിക്കുന്നുണ്ടെന്നും ഇപ്പം മുട്ട ഇടാറില്ലെന്നുമുള്ള രീതിയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ദാ ഈ ഒരു മരുന്ന് കൊടുത്താൽ മതി. ഇതെന്ന് പറയുന്നത് നമ്മുടെ മുട്ടയ്ക്ക് കട്ടി കൂടാനും അതുപോലെ തന്നെ കോഴി മുട്ടയിടാനും ഒക്കെ വേണ്ടിയിട്ടുള്ളതാണ്. തോലുമുട്ടയൊന്നും ഇടൂല. അപ്പം ഇത് എത്ര ദിവസത്തേക്ക് അമ്മ കൊടുക്കണ്ടേ? ഇതും 10 ദിവസം 20 ml. ഇപ്പം നമ്മൾ കോഴി ഇപ്പം നിങ്ങൾക്ക് കോഴിയെ മേടിച്ച് തുടങ്ങി അല്ല മേടിച്ചിട്ട് പുതുതായിട്ട് മേടിച്ചതാണെങ്കിൽ നിങ്ങൾ കോഴിക്ക് ഫസ്റ്റ് ടൈം തൊട്ട് മരുന്ന് കൊടുക്കുകയാണെങ്കിൽ ആദ്യം കൊടുക്കുന്ന മരുന്നാണ് നമ്മൾ പറഞ്ഞ എവിപ്ലെക്സ്. അത് 10 ദിവസത്തേക്ക് നമ്മൾ കൊടുക്കണം. അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ലീവ് 52 അത് കൊടുക്കണം. ഇത് മുട്ടയിടാൻ തുടങ്ങുമ്പോൾ തൊട്ട് അത് ആ സമയം തൊട്ട് ഇതിന്റെ ബേസ് ബാലൻസ് ചെയ്ത് അങ്ങ് കൊടുത്താൽ മതി. അതായത് ഇപ്പം നിങ്ങൾ ഓൾറെഡി ഇപ്പം നിങ്ങളുടെ കോഴി ഇപ്പം മുട്ട ഇട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങളിപ്പം ഈ മരുന്ന് ഒഴിച്ച് ബാക്കി 2 മരുന്നിൽ ഏതെങ്കിലും കൊടുത്തോണ്ടിരിക്കുവാണെങ്കിൽ അത് കൊടുത്തു കഴിഞ്ഞാൽ അത് 10 ദിവസം കൊടുത്തു കഴിഞ്ഞാൽ തന്നെ ഈ മുട്ട ഇടുന്ന മരുന്നോട് ആ കൂട്ടത്തിൽ അങ്ങ് കൊടുക്കാം. പറഞ്ഞ മനസ്സിലായോ? ഇത് 10 ദിവസം കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഇത് 10 ദിവസം, പിന്നെ ഇത് 10 ദിവസം, എന്നിട്ട് പിന്നെയും ഒന്നേന്ന് ഇതിൽ തുടങ്ങണം. അങ്ങനെ തുടർന്ന് എന്നും മരുന്ന് കൊടുത്തുകൊണ്ടേ ഇരിക്കണം. മുട്ട ഇട്ട് തുടങ്ങുമ്പോൾ ഈ ഓസോമിൻ കൊടുത്തു തുടങ്ങും. മുട്ടയിട്ട് തുടങ്ങുമ്പോൾ ഓസോമിനും കൂടെ കൊടുത്തങ്ങ് തുടങ്ങും. ദിവസം പോലും മുടക്കം മരുന്ന് 20 ml ഒരു ബക്കറ്റ് വെള്ളത്തിൽ കലത്ത് വേണം കൊടുക്കാൻ. ഈ മരുന്നെല്ലാം അങ്ങനെ തന്നെ വേണം കൊടുക്കാൻ. അത് ഒരിക്കലും മുടങ്ങരുത്. നമ്മൾ സ്ഥിരമായിട്ട് മേടിച്ച് വെച്ച് എന്നും ഞാൻ ഇത്ര വലിയ ബോട്ടിൽ കിട്ടും. 30 ദിവസം ഓരോ മരുന്നും 30 ദിവസം 30 ആവും. പിന്നെ നമ്മൾ ഒന്നേ സ്റ്റാർട്ട് ചെയ്ത് 10 ആയി, അടുത്ത 10 ആയി, അടുത്ത അങ്ങനെ തുടർന്ന് അങ്ങ് കൊടുത്തുകൊണ്ടേ ഇരിക്കണം. അങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുന്ന കൂട്ടത്തിൽ 2 മാസം കൂടുമ്പം നമ്മൾ വിര ഇളക്കണം. ഇത് 25 കോഴിക്ക് 2 അടപ്പ. 25 കോഴിക്ക് ഇതിന്റെ 2 അടപ്പ് ആൽബമർ എന്ന് പറയുന്നതാണ് ഈ സിറപ്പ്. ഇതും ഒരു സിറപ്പ് മാതിരിയുള്ളതാണ്. ഇതും 2 മാസം. 25 കോഴിക്ക് 2 അടപ്പ. അര ബക്കറ്റ് വെള്ളത്തിൽ 2 അടപ്പ് മരുന്നെടുത്ത് കലർത്തി വേണം വിരയുടെ മരുന്ന് കൊടുക്കാൻ. അതും നമ്മൾ രാവിലെ കലർത്തി കൊടുത്തു കഴിഞ്ഞാൽ സന്ധ്യ ആകുമ്പോഴത്തേക്ക് ബാലൻസ് വെള്ളം ഉണ്ടെങ്കിൽ അത് വെച്ച് പിറ്റേന്ന് കൊടുക്കരുത്, അങ്ങ് കളയണം. കളഞ്ഞ് പാത്രം കഴുകിയിട്ട് അന്നത്തെ ദിവസം നമ്മൾ തനിവെള്ളം മാത്രം കൊടുത്താൽ മതി. പിറ്റേന്ന് പോലും പിന്നെയും നമ്മൾ ഈ മരുന്നുകൾ സ്റ്റാർട്ട് ചെയ്ത് കൊടുത്തുകൊണ്ടേ ഇരിക്കണം. അങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ മുട്ടയെ ഇടും, രോഗവും വരുത്തില്ല. ഇങ്ങനെ നല്ല രീതിയിൽ അവർ പോയിക്കൊണ്ട് ഈ കോഴികളുടെ മുട്ട ഇടുന്നില്ല, മുട്ട കുടിക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞ കുറേ പേര് കമൻറ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതുപോലെ മരുന്ന് കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ ഈ 3 മരുന്ന് കൊടുക്കുക, എന്നിട്ട് അവരുടെ ഇടയ്ക്ക് വേറെ ഇളക്കുക. അതുപോലെ ഇങ്ങനെ കണ്ടിന്യൂസ് 2 മാസത്തെ ഒരിക്കൽ മാത്രം. അപ്പോൾ ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോകാന്നുണ്ടെങ്കിൽ മുട്ടയിടും, അസുഖങ്ങൾ വരത്തില്ല, കാൽഷ്യത്തിൻ്റെ കുറവ് വരത്തില്ല. അപ്പോൾ അവർ മുട്ടയിടും, മുട്ടയ്ക്ക് കട്ടി കൂടും. ഇങ്ങനെ കണ്ടിന്യൂ ചെയ്യുന്നതുകൊണ്ടാണ് ഇപ്പം നമ്മുടെ കോഴി മുട്ടയൊക്കെ ഇടുന്നത്. ഇപ്പം തന്നെ നെക്സ്റ്റ് ഇപ്പം നമ്മൾ നെക്സ്റ്റ് ട്രിപ്പിന് ഇടയ്ക്ക് അമ്മ വന്നിട്ട് മുട്ട എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അടുത്ത ട്രിപ്പ് അവർ ഇട്ടതാണ്. ഇതുപോലെ നമ്മൾ കണ്ടിന്യൂ ചെയ്ത് മരുന്നൊക്കെ കൊടുത്ത് കെയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇത് അവര് നമുക്ക് തരുന്ന നമ്മൾ ഈ കൂട് മേടിക്കുന്ന സമയത്ത് അതിന്റെ കൂടെ കിട്ടുന്നത്. ഇതുപോലൊരു ബക്കറ്റ് വേണം 20 ml കലർത്താൻ. വിരയുടെ ആകുമ്പോൾ ഇതിന് അര ബക്കറ്റ് വെള്ളം എടുക്കാവൂ. എന്നിട്ട് 2 അടപ്പ് കൊടുക്കുക. രാത്രി ആകുമ്പോഴത്തേക്ക് ഒരു കുടിച്ച് തിന്നലെ കളയണം. കളഞ്ഞിട്ട് പിന്നെ നമ്മൾ പിറ്റേന്ന് പോലും മരുന്ന്. ഇപ്പൊ വൈറ്റമിൻ ഞാൻ കൊടുത്തിരിക്കുന്നു. നമ്മൾ എന്നും കൊടുക്കണം തുടർന്ന്. ഇപ്പം പിന്നെ ഒരു കമന്റ് വന്നതാണ് ഈ കൂടിന് എത്ര രൂപയായെന്നും ഈ കൂടിൽ എത്ര കോഴിയെ ഇടാമെന്നും ഒക്കെ ഉള്ളത് അടുത്തൊരു കമന്റിൽ വന്നതായിരുന്നു. ഇതിപ്പോ ഈ കൂടിന് നമുക്ക് 13,000 രൂപ ആയി. ഇത് നമ്മൾ മലനടയെന്നാണ് മേടിച്ചത്, കോഴിയും കൂടും കൂടെ. പിന്നെന്ന് പറയാം ഇതിനകത്ത് 25 കോഴിയെ ഇടാം. കോഴി കൂടുന്നതനുസരിച്ച് കൂടിന്റെ റേറ്റിനും വലിപ്പത്തിനും ഒക്കെ വ്യത്യാസങ്ങൾ വരും. ഇപ്പൊ നമ്മുടെ 25 കോഴി ആയതുകൊണ്ടാണ് നമുക്ക് 13,000 രൂപയുടെ ഒരു കൂട് നമ്മൾ എടുത്തത്. നമ്മൾ അതിന് 30 കോഴിയുടെ കൂടെ ഞങ്ങൾ അത് വലിപ്പത്തിലുള്ള കൂടെ അത് നമ്മൾ കുറച്ചുകൂടെ 25 കോഴിയാണെങ്കിൽ നമ്മൾ 30 കോഴിയുടെ വലിപ്പത്തിനുള്ളതാണ് കൂടെ എടുത്തിട്ടുള്ളത്. പിന്നെ ആഹാരം കൊടുക്കുന്നത് ഒരു കുട്ടി ചോദിച്ചായിരുന്നു. ആഹാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ രാവിലെ 8 മണിയാവുമ്പം നമ്മൾ ഇവർക്ക് ഇതിനകത്തിൽ ഇട്ട് കൊടുക്കുക. കൊടുത്തതിന് ശേഷം പിന്നെ കൊടുക്കേണ്ടത് രാത്രി ഒരു 7 മണി അല്ല രാത്രിയല്ല സന്ധ്യയ്ക്ക് ഒരു 7 മണിയാകുമ്പോൾ. അങ്ങനെ 2 നേരം ഇവർക്ക് ആഹാരം കൊടുത്താൽ മതി. രാവിലെ കൊടുത്തത് സന്ധ്യ ആകുമ്പോൾ തീരുമ്പോൾ അടുത്തത് കൊടുക്കണം. അതുപോലെ നമ്മളൊരു 10 മണി വരെ ലൈറ്റ് അത്യാവശ്യം മുട്ടയിടുന്ന കോഴിക്ക് ലൈറ്റ് ഇട്ട് കൊടുക്കണം.
അത് അത്യാവശ്യമാണ്. കാരണം ഇവരുടെ മുട്ട ഇടാനുള്ള ഒരു പ്രവണത കൂടും. അതുകൊണ്ട് അതും പ്രൊഡക്ഷൻ പീരീഡ് ആ സമയം ആയതുകൊണ്ട് നമ്മളതിന് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ലൈറ്റ് ഇട്ട് കൊടുക്കും. ലൈറ്റ് ഇട്ട് കൊടുക്കുന്നത് അവർക്ക് നല്ല അഭിപ്രായത്തിൽ നമ്മൾ കൂടുതലും നമുക്ക് മുട്ട വേണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള കൂടുതൽ തന്നെ ആയിരിക്കുന്നില്ല. അപ്പോൾ ഒരു പരസ്പരം കൊത്തിടത്തില്ല. നല്ല രീതിയിൽ മുട്ടയും ഇപ്പോഴും രാവിലെ ഞാൻ പെറുക്കിക്കൊണ്ട് പോയതിൻ്റെ ബാക്കി മുട്ടയാണ്. അല്ല, ഇതിനിടയ്ക്ക് അമ്മ വന്നിട്ട് പെറുക്കിയിട്ടുണ്ടായിരുന്നു. അത് വീഡിയോ എടുക്കാൻ പറ്റാതെ പോയി. മഴയായിരുന്നു, രാവിലത്തെ പെറുക്കിയായിരുന്നു. അതിനും 17 മുട്ട കിട്ടി. 18, 19, 21 മുട്ടയായി. ഇനിയിപ്പോൾ 3-4 പേരോട് ഇടാനുണ്ട്. അവർ ചിലപ്പോൾ സന്ധ്യയാവും ഇടാൻ. പിന്നെ ഞങ്ങള് നല്ല ചുമല മുട്ട കൊടുക്കുന്ന ആ കപ്പലണ്ടി പോച്ച എന്നല്ല, അതിന് വേറെ എന്തോ ഒരു പേരാണ്. ഞങ്ങള് കപ്പലണ്ടി പോച്ച എന്നാണ് വിളിക്കുന്നത്. അതുകൊണ്ടാണ്. അല്ല, അത് ഏതാണെന്ന് ഒരാൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് ഞങ്ങൾ പറിക്കാൻ പോകുമ്പോൾ തീർച്ചയായിട്ടും അത് കാണിക്കാം. ആ പോച്ച ഏതാന്ന് കാണിക്കാം. കപ്പലണ്ടി പോച്ച മാത്രല്ല, നമുക്ക് എന്താ ഓമയ്ക്കയുടെ ഇല കൊടുക്കാം, മുരിങ്ങയില കൊടുക്കാം. ഇനി അങ്ങോട്ട് കൊടുക്കണ്ട. കർക്കിടക മാസത്തെയും മുരിങ്ങയില കൊടുക്കാതിരിക്കുന്നതല്ലോ. പിന്നെ സാമ്പാർ ഈരയും വാഴയില കൊടുക്കാം കേട്ടോ. എപ്പോഴും ഞാൻ വാഴയില ഇപ്പൊ കൊടുക്കുന്ന പോച്ച പറിക്കാൻ പോകാൻ ബുദ്ധിമുട്ടായതുകൊണ്ട്. ചീനിയിലയൊക്കെ മാക്സിമം കൊടുക്കാതിരിക്കുക. ചീനിയില കൊടുക്കരുത് ഒരിക്കലും. കാരണം ചീനിയിലൊക്കെ കൊടുക്കുന്ന പല വീഡിയോസിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷെ ചീനിയില കൊടുക്കാതിരിക്കാൻ എന്തോ കട്ടുള്ളത് കൊണ്ട് തന്നെ അത് കോഴിക്ക് ഒട്ടും തന്നെ നല്ലതല്ല. അരി ഏതാ ഈ ആഹാരം 2 നേരം കൊടുത്താൽ മതി. അമിതമായിട്ടും കൊടുക്കണ്ട. 2 നേരം കൊടുത്താൽ ഇനി അതിലേക്ക് കിടക്കും. അതുകൊണ്ട് രാവിലെ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഞാൻ സന്ധ്യയ്ക്ക് കൊടുക്കും. ലൈറ്റും ഞാനൊരു 10-11 മണി വരെ ഇടും. അപ്പം സന്ധ്യയ്ക്ക് അവർ കൂടുതലും ആഹാരം കഴിക്കുന്നു. അപ്പം പിന്നെ കോഴിയുടെ വീഡിയോസിൻ്റെ കൂടെ ഞാൻ ചെറിയ വീട്ടുവിശേഷ വീഡിയോകളൂടെ ഇടുന്നതിൽ നിങ്ങൾക്ക് താല്പര്യമുണ്ട്. എനിക്ക് പൂച്ചകളും പട്ടിയും ഒക്കെ ഉണ്ട്. അപ്പോൾ അവരെയും കൂടെ ഒക്കെ ചേർത്ത് ഞാൻ വീട്ടുവിശേഷം പോലൊരു വീഡിയോ കൂടെ ഇതിനകത്ത് ചെയ്താൽ നിങ്ങൾക്ക് താല്പര്യപ്പെടുമോ? അത് താല്പര്യം. കാരണം അമ്മ അറിയാവുന്ന കുറച്ച് പേര് അമ്മ എടുത്ത് പറഞ്ഞു അമ്മയുടെ വീട്ടുവിശേഷങ്ങളും കൂടെ ഒക്കെ കാണാനായിട്ട് താല്പര്യമുണ്ടെന്ന്. അപ്പം അങ്ങനെ ഞങ്ങൾ വീഡിയോ ഇടുന്നത് നിങ്ങൾക്കും താല്പര്യം ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കൂടെ നിങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കണം. ഞാൻ ഇവരെ എന്നും എൻ്റെ വീഡിയോസിൽ കാണും. എവിടെ ഓരോ കാര്യങ്ങളുമായിട്ട് അത് നിങ്ങൾക്ക് ചോദിച്ചോണ്ടേ ഇരിക്കും. എന്ത് സംശയം ഉണ്ടെങ്കിലും ചോദിക്കും. ഇതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള സന്തോഷമേ ഉള്ളൂ. നിങ്ങൾക്കുള്ള അറിവ് എനിക്കും പറഞ്ഞു തരണം. അപ്പം ഞാൻ ഇവരോടൊപ്പം തന്നെ എൻ്റെ പൂച്ചക്കുട്ടന്മാരെ എല്ലാവരെയും കൂടെ ചേർത്ത് ഞാൻ വീഡിയോ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നു. ഇതിനോടൊപ്പം തന്നെ ഇവരൊരിക്കലും ഒഴിവാകത്തില്ല. ഇവരുടെ വീഡിയോ എന്നും കാണും. ആ കൂട്ടത്തിൽ ചെറിയ വീട്ടുവിശേഷങ്ങളും കൂടെ ഒക്കെ ചെയ്യാൻ എനിക്ക് താല്പര്യമുണ്ട്. കാരണം എൻ്റെ ഈ കുഞ്ഞുങ്ങളെ ഞാൻ മേടിക്കുന്നത് 3 മാസവും 9 ദിവസവും ആയപ്പോഴാണ്. കാരണം ഇപ്പം എൻ്റെ കുഞ്ഞുങ്ങൾ പിന്നെ ഇപ്പം മേടിച്ചിട്ട് 10-20 ദിവസം ആവുന്നു. കാരണം മുട്ടയിടാനുള്ള പെനട്ടാൻ തുടങ്ങിയതാണ്ട്. ഇവര് വന്ന സമയത്ത് കീ 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 എന്നുള്ള സൗണ്ട് ആയിരുന്നു. പക്ഷെ അതുപോലെ തന്നെ ഗൈസ്, നമ്മൾ അവിടെ വെച്ച് ചെയ്ത് ഞങ്ങളുടെ കുഞ്ഞി കിളികളെ കാണുന്നില്ല. എനിക്ക് തോന്നുന്നു മഴ എന്തോ പെയ്തിട്ടാണ്. മഴ പെയ്തതോ അല്ലെങ്കിൽ എന്താണെന്നറിയില്ല. എന്തായാലും നമ്മുടെ പൂച്ചകളൊന്നും തന്നെ ഒന്നും ചെയ്തിട്ടില്ല. പിന്നെ വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ എവിടെ ഒന്നും ചുണ്ടുകളൊന്നും പൊട്ടിച്ച കോഴികളല്ല കേട്ടോ. കാരണം ഇങ്ങനെ കൂട്ടിയിടുന്ന കോഴികളെ ചുണ്ട് പൊട്ടിക്കേണ്ട കാര്യമില്ല. പണ്ടൊക്കെ നമ്മൾ കോഴികളെ മേടിക്കും മുട്ട പൊട്ടിച്ച് കുടിക്കൊണ്ട് ചുണ്ട് പൊട്ടിക്കും. ഇവര് ഫ്രഷ്, ഇവരുടെ ചുണ്ടും ഒന്നും പൊട്ടിച്ചിട്ടില്ല. ഇവർ കണ്ട വൈറ്റമിന്, ഇവർക്ക് മുട്ട ഇടുന്നവരെ വൈറ്റമിനും പിന്നെ കരളിന്റെ ലിവറിന്റെ ഒന്നും അസുഖം വരാതിരിക്കാനുള്ള മരുന്നുകളാണ്. ഇവർക്കിപ്പം നമ്മൾ മറ്റേ ഓസോമിൻ കൊടുക്കാറില്ല. കാരണം ഇവർ മുട്ട ഇടുന്നില്ലല്ലോ. മുട്ട ഇടാൻ തുടങ്ങുമ്പോൾ നമ്മൾ അതും കൊടുത്തു തുടങ്ങും. പോച്ച ആദ്യത്തെ ദിവസം ഞാൻ പോച്ച കൊടുത്തപ്പോൾ കഴിക്കാൻ ഇവർക്ക് മടിയായിരുന്നു. കാരണം ഇവർ ആ കിടന്നിടത്തുനിന്ന് അവരൊന്നും കഴിച്ചിട്ടില്ലല്ലോ. ആദ്യത്തെ ദിവസം മടി കാണിച്ചില്ല. ഇപ്പൊ പോച്ച അങ്ങോട്ട് കൊടുക്കാത്ത പാട്. അതുപോലെ തന്നെ നിങ്ങൾക്കൊക്കെ ഈ നല്ല പൂവൻകോഴികളെയൊക്കെ വിൽക്കുന്ന സ്ഥലങ്ങൾ അറിയാമെങ്കിൽ അതെന്തായാലും ഒന്ന് പറയണം. കാരണം നമ്മൾ പോയി നോക്കിയെടുത്ത് നമുക്ക് തരത്തിനനുസരിച്ച് ഇത്ര കിട്ടിയിട്ടില്ല. പിന്നെ ഞങ്ങൾ പറഞ്ഞില്ലേ, കൊല്ലത്ത് തന്നെ ഓച്ചിറ എന്ന് പറയുന്ന സ്ഥലത്താണ് ഞങ്ങൾ താമസിക്കുന്നത്. അപ്പോൾ ഒരുപാട് അങ്ങ് ഈ കോഴികളും എല്ലാം വിൽക്കുന്നിടമൊന്നുമില്ല. നമുക്ക് ഇച്ചിരി ദൂരെയൊക്കെ പോയാൽ മാത്രമേ കിട്ടത്തുള്ളൂ. പെടകളാണ്. പിന്നെന്ന് വെച്ചാൽ പൂവനായാലും കുറച്ച് വളർന്നതൊക്കെയാണ്. ഞങ്ങൾ 1-2 അടുത്ത് പോയി നോക്കി. ഞങ്ങൾക്ക് 1 മാസം തിരിഞ്ഞ പക്ഷെ അവിടെ പൂവൻ കുറവിൽ ഭയങ്കര സൗന്ദര്യമുള്ള കോഴികളാണ്, നാടൻ കോഴികളാണ്. അപ്പം നമുക്ക് പെട ഇനിയിപ്പോൾ ആവശ്യമില്ല, ഇത്രയും പേരില്ലേ. പിന്നെ ഒന്ന് നോക്കണം. ഇന്ന് മഴയാണ്ട് പോയില്ല. അവിടെ പൂവനും പെടയും കൂടെ ഒരു വീട്ടിൽ അവർ വിരിച്ച് വളർത്തുന്നത്. അപ്പം നല്ല കോഴികളാണ് കാണാനൊക്കെ. അപ്പോൾ അവരെയും കൂടെ ഒന്ന് പോയി നോക്കാം. എനിക്കൊരു 10-30 പൂവനെ വളർത്തണമെന്നാണ് ആഗ്രഹം. എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇതുവരെ എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും നന്ദി. ഞങ്ങൾ പറഞ്ഞതിൻ്റെ കൂട്ടി ഞങ്ങളുടെ വീട്ടുവിശേഷങ്ങളും കൂടെ ഇടുന്നതിൽ ഓക്കെ ആണെന്നുണ്ടെങ്കിൽ കമൻറ്റിലൂടെ തീർച്ചയായിട്ടും അറിയിക്കണം. അപ്പോൾ ഞങ്ങൾക്ക് ഒപ്പം ഞങ്ങളുടേതായിട്ടുള്ള ചെറിയ വീട്ടുവിശേഷങ്ങളും കാര്യങ്ങളും ഒക്കെ അതെ ഞങ്ങളുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുണ്ട്. കുറച്ച് പോരായ്മകളുണ്ടെന്ന് ഞങ്ങൾക്കറിയാം.
അത് നമ്മൾ ഈ കോഴിയെടുത്തൊക്കെ തന്നെ വീഡിയോ എടുക്കുന്ന സമയത്ത് അവരുടെ സൗണ്ട് വരുമ്പോൾ പ്രശ്നമുണ്ട്. നമ്മൾ നമ്മുടെ വീടെന്ന് വെച്ച് കഴിഞ്ഞാൽ റെയിൽവേ ക്രോസിൻ്റെ അടുത്തുള്ളതാണ്. സോ അപ്പോൾ ട്രെയിനൊക്കെ പോകുന്നതായിട്ടുള്ള ചെറിയ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട്. പിന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ അമ്മ മാക്സിമം നല്ല രീതിയിൽ സംസാരിച്ചെടുക്കാൻ ശ്രമിക്കുന്നുണ്ട്. പിന്നെ നമ്മളൊരു മൈക്ക് സെറ്റ് ആക്കുന്നുണ്ട് ഉടനെ തന്നെ. അപ്പോൾ പിന്നെ കുറച്ചുകൂടെ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് കേൾക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾ ഞങ്ങൾ വീഡിയോ വ്ളോഗുകളൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റിലൂടെ അറിയിക്കണം. കോഴികളുടെ അപ്ഡേഷൻ നമ്മൾ എന്നും കാണും. കോഴിയായിട്ട് ബന്ധം വെച്ചാൽ അമ്മ ഒരു ദിവസം ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ആയിരിക്കും നമ്മൾ വീഡിയോയിൽ ഇടുന്നത്. കോഴിയാണ് പ്രധാനം, അവരുടെ വീഡിയോ ആണ് എനിക്ക് പ്രധാനം. അതിന് മാറ്റമില്ല, അവരുടെ വീഡിയോ എന്നും കാണും. ആ കൂട്ടത്തിൽ ചെറിയൊരു ബ്ലോഗ് കൂടെ. പിന്നെ 1-2 ദിവസമൊക്കെ കുറച്ച് ലാഗ് വരുന്നത് ഇവിടെ ഇപ്പം വീഡിയോ എടുക്കുന്നതും എഡിറ്റ് ചെയ്യുന്നതും ഞാനാണ്. അപ്പം ഞാൻ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ആളാണ്. അപ്പം അതിൻ്റെതായിട്ടുള്ള ചെറിയ താമസങ്ങൾ വരും. എന്നാലും മാക്സിമം ചെയ്യും. കൂടുതലും അതുകൊണ്ടാണ് എടുക്കാൻ പറ്റുന്നത്. അപ്പം എല്ലാം നിങ്ങൾ സഹകരിക്കുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബൈ.